Hello dear students, welcome back to National Academy. നമ്മുടെ ഫിസിക്സിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത് കുറച്ച് ഇക്വേഷൻസും കുറച്ച് ഡെഫിനിഷൻസും അതിൻ്റെ കൂടെ കുറച്ച് ന്യൂമറിക്കൽസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ ടൈമിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടൈമിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ദെർഫോർ ദ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജെക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിലേറ്റീവ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്, എ ആൻഡ് ബി. എയുടെ വെലോസിറ്റി വി എയും ബിയുടെ വെലോസിറ്റി വി ബിയും ആണെങ്കിൽ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി ബി മൈനസ് വി എ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ടേം ദ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ചേഞ്ചിങ് വെലോസിറ്റി ബൈ ചേഞ്ചിങ് ടൈമിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. പെർ ടൈം ഒരു ടൈമും കൂടെ എക്സ്ട്രാ വരികയാണ്. ദെർഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷനെ നമ്മൾ റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള കുറച്ച് ഗ്രാഫുകളാണ്. ഫസ്റ്റ് വൺ, പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ അലോങ് വൈ ആക്സിസും ടൈം അലോങ് എക്സ് ആക്സിസും നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ടു ദ പാരലൽ ടു ദ എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസ്, അതായത് വൈ ആക്സിസ് ഇങ്ങനെയും എക്സ് ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ അത് റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പൊസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ? അപ്പം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും അല്ലേ? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ആ ബോഡിയുടെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിലെ നമ്മൾ വരക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെലോസിറ്റിക്ക്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള അതിൻ്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി അലോങ് വൈ ആക്സിസും ടൈം അലോങ് എക്സ് ആക്സിസും നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ടൈമിലുള്ള ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ യൂണിഫോം മോഷനുള്ള ഒരു ബോഡി ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 3 ഇക്വേഷൻസ് ആണ്. ദ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. മെയിൻലി 3 ഇക്വേഷൻസ് ആണ് മോഷനിലുള്ളത്. ഏതൊക്കെയാണ്? വി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി, വി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടിയും എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആൻഡ് വി തേർഡ് ഇക്വേഷൻ ഈസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. വേർ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും വി സീറോ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും ടി എന്ന് പറയുന്നത് ടൈം ടേക്കണും എ എന്ന് പറയുന്നത് ആക്സിലറേഷനും എക്സ് എന്ന് പറയുന്നത്
ഫൈനൽ പൊസിഷനും x0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്? v is equal to v0 plus at and x is equal to x0 plus v0t plus half at സ്ക്വയറും and v square is equal to v0 square plus 2a into x minus x0. ഈ 3 ഇക്വേഷൻസ് ആണ്. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ ന്യൂമറിക്കൽസും നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പം മെയിൻലി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വെലോസിറ്റിയുടെ ആക്സിലറേഷൻ്റെയും ഇക്വേഷന്, അതുപോലെ അതിൻ്റെ യൂണിറ്റ്സ്, അത് 3 ഗ്രാഫുകൾ, 2 ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഈ 3 ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, can a moving body have a zero relative velocity with respect to another body? Give an example. അതായത് മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് മറ്റൊരു ബോഡിയെ റെസ്പെക്ട് ചെയ്തിട്ട് റിലേറ്റീവ് വെലോസിറ്റി 0 ആകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അതായത് 0 റിലേറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡീനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് 2 ബോഡീസ് തമ്മിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ആ വെലോസിറ്റി ഡിഫറൻസിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാറുകൾ ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്താണ് അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. നമുക്കറിയാം 2 ബോഡി, എ എന്ന് പറയുന്ന ഒരു കാറും ബി എന്ന് പറയുന്ന ഒരു കാറും, രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വെലോസിറ്റി ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് അവരുടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. റിലേറ്റീവ് വെലോസിറ്റി 0 ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അല്ലേ. യെസ്, 2 car moving with the same velocity in same direction will have a 0 relative velocity with respect to each other. അതായത് ഒരേ വെലോസിറ്റിയിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന 2 ഒബ്ജക്റ്റുകളുടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, എ motorcyclist move along a straight road with a constant acceleration of 4 meters per second square. And if initially she was at a position of 5 meters and have a velocity of 3 meters per second. Calculate the position and velocity at time t is equal to 2 seconds. അതായത് ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡിലൂടെ മൂവ് ചെയ്യാണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്, മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ്റെ വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനീഷ്യലി അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആയിരുന്നു. ആൻഡ് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവരുടെ ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷനും വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസ് ഇതൊക്കെയാണ്. ആക്സിലറേഷൻ്റെ വാല്യൂ, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. x0 അതായത് പൊസിഷൻ അറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. ദെർഫോർ x0 is equal to 5 മീറ്റർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, v0 is equal to 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? നമ്മുടെ പൊസിഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ടൈം 2 ആകുമ്പോഴുള്ള പൊസിഷനും അതായത് എക്സും വിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സും വിയും ഈ തന്നേക്കുന്ന x0 v0 ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ ഇക്വേഷൻ ഓഫ് മോഷൻ x is equal to x0 plus v0t plus half at square എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. x0 എത്രയാണ്? 5 ആണ്. ആൻഡ് v0 എന്ന് പറയുന്നത് 3 ആണ്. t എന്ന് പറയുന്നത് 2 ആണ്. ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 4 ആൻഡ് t സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. ടോട്ടൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 19 മീറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ആണ്. വെലോസിറ്റി അറ്റ് ടൈം t is equal to 2 സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷൻ v is equal to v0 plus at. അപ്പോൾ വിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. v0യും എയും ടിയും നമുക്കറിയാം. v0യുടെ വാല്യൂ 3 ആണ് ആൻഡ് എയുടെ വാല്യൂ 4 ആണ്. 3 plus 4 into 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 11 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി 11 മീറ്റർ പെർ സെക്കൻഡും അതുപോലെ തന്നെ പൊസിഷൻ 90 മീറ്ററും ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇത്രയാണ് നമ്മുടെ
സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ